ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു പെപ്പർ കാരസേവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റിയുമാണ്, നല്ല ക്രിസ്പിയുമാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിനു മുമ്പ് കുറേയധികം ടീ ടൈം സ്നാക്സിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. മുറുക്ക് തന്നെ ഗോതമ്പ് മുറുക്ക്, അരിമുറുക്ക്, അച്ചപ്പം, അങ്ങനെ കുറേയധികം റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എല്ലാം കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കാരസേവ് ഉണ്ടാക്കാൻ തുടങ്ങാം. സേവ് ഉണ്ടാക്കാനുള്ള പൊടികൾ ആദ്യം ഒന്ന് അരിച്ചെടുക്കണം. അതിനായി 1/4 കപ്പ് അരിപ്പൊടി നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും തരിയില്ലാത്ത ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇതിനായി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 കപ്പ് കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി പൊടികൾ രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. കടലപ്പൊടി വെച്ച് എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം കടലപ്പൊടി ഇതുപോലെ കട്ടകട്ടയായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്തൊക്കെ കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കെല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പൊടി നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുരുമുളക് നല്ല നൈസായിട്ട് പൊടിക്കേണ്ട, ഞാൻ മിക്സിയിലിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി പേസ്റ്റ് കയ്യിലില്ലെങ്കിൽ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്ക്ക് പകരമായിട്ട് നമുക്ക് ഡാൽഡയോ ഓയിലോ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി കൈ കൊണ്ടൊന്ന് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ നനക്കുന്നല്ലോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യും ഉപ്പും മസാലയൊക്കെ പിടിക്കുന്നവരും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതെല്ലാം നമ്മുടെ ടേസ്റ്റിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. കായപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൂടുതൽ ചൂടുവെള്ളമൊന്നും അല്ല, ചെറിയ ചൂടുള്ള വെള്ളം മതി. നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ചെറിയ ചൂടുള്ള ഒരു വെള്ളം മാത്രം മതി. വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം കൂടി പോകരുത്. മാവ് കൂടുതൽ ലൂസായി പോകാനും പാടില്ല, കൂടുതൽ കട്ടിയായി പോകാനും പാടില്ല. അതിനിടയിലുള്ള ഒരു പാകത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ മാവ് ഈ കാണുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് സേവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സേവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെയുള്ള അച്ചാണ് എടുത്തിരിക്കുന്നത്. തീരെ ചെറിയ ഹോളുള്ള ഡിസ്കല്ല ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ കുറച്ച് വലിയ ഹോളുള്ള അച്ചാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ടൈപ്പ് അച്ച് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് സാധാരണ മുറുക്കുണ്ടാക്കുന്ന അച്ച് വെച്ച് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി സേവനാഴിയുടെ അകത്തും ഡെസ്കിൻ്റെ പുറത്തൊക്കെ കുറച്ച് എണ്ണ തടവി കൊടുക്കണം. എണ്ണ പുരട്ടിയെടുത്ത ഡെസ്ക് നമുക്ക് സേവനാഴിയുടെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് പകുതി ഭാഗം മാവെടുത്ത് സേവനാഴിയുടെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി സേവനാഴി മൂടിയെടുക്കാം. സേവ് വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ പാകത്തിന് ചൂടായോ എന്ന് അറിയാനായിട്ട് നമുക്ക് കുഴച്ചൊരിച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഒരു പീസ് മാവെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ പാകത്തിന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. ഇനി ചൂടായ എണ്ണയിലേക്ക് സേവനാഴിയിൽ നിന്ന് സേവ് ഇതുപോലെ ഒന്ന് പതുക്കെ ചുറ്റിച്ചിട്ട് കൊടുക്കാം. കുറച്ചൊന്ന് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കൈകൊണ്ട് നമുക്ക് ഇതുപോലെ അങ്ങനെ വിടിവിപ്പിച്ചിട്ട് കൊടുത്താൽ മതി. കൂടുതൽ കുത്തി നിറച്ചിടരുത്, കുറേശ്ശെയായിട്ട് വറുത്തെടുത്താൽ മതി. എന്നാൽ മാത്രമേ പാകത്തിന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ.
സേവ് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സേവ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിന് കുക്കാകാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയായി കിട്ടും. അതുപോലെ തന്നെ സേവിൻ്റെ ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിട്ടാൽ മതി. ഇപ്പോൾ സേവിൻ്റെ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. പ്രത്യേകം ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പുറമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ഉൾഭാഗം നന്നായിട്ട് കുക്കായി കിട്ടുകയുമില്ല. ഇപ്പോൾ സേവ് നന്നായിട്ട് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ചെറിയ കളറെല്ലാം മാറി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. സേവ് പാകമായി വരുമ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ എണ്ണയിൽ ബബിളൊക്കെ വരുന്നത് കുറഞ്ഞു വരും. അപ്പോൾ സേവ് നന്നായിട്ട് മൂത്ത് വരുന്നിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരു കിച്ചൺ ടിഷ്യൂ, കിച്ചൺ ടവലോ ഇട്ടൊരു പ്ലേറ്റിലേക്ക് നമുക്ക് സേവെല്ലാം കോരി മാറ്റാം. ബാക്കിയുള്ള സേവ് നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പെപ്പർ കാര സേവ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണിത്. നമുക്ക് ഒടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഒരു ടിന്നിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു മാസം വരെയൊക്കെ കേടാകാതെ ഇരുന്നുള്ളൂ. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയതാണിത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറി ലീവ്സ് ഇതിൻ്റെ പുറത്തേക്ക് വറുത്തൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണാൻ കൂടെ കുറച്ച് ഭംഗിയായിരിക്കും. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്